അസോസിയേഷൻ ഫോർ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും അവരുടെ സ്വതസിദ്ധമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയുമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇത്തരത്തിലുള്ളവർക്ക് അവരുടെ കഴിവും താല്പര്യവും ഉപയോഗിച്ച് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പരിശീലനം ഈ പ്രസ്ഥാനം ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള സാങ്കേതിക സഹായവും പ്രാഥമിക സൗകര്യങ്ങളും AHR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടന നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മൂലങ്കാവ് നാഷണൽ ലൈബ്രറിയുമായി സഹകരിച്ച് നൂൽപ്പുഴ പഞ്ചായത്തിലെ തൊഴിൽ രഹിതരായ ആദിവാസി യുവതികൾക്ക് ടൈലറിങ്ങിൽ സൗജന്യമായി പരിശീലനം നൽകി വരുന്ന അവരെ സ്വയം പര്യാപ്തമാക്കുന്ന യൂണിറ്റാണ്. ഇതിൽ 40ഓളം യുവതികൾ രജിസ്റ്റർ ചെയ്ത് 10 പേർ വീതമുള്ള ഓരോ ബാച്ചുകളായി തിരിച്ച് പരിശീലനം നൽകി വരുന്നു. ആദിവാസി യുവാക്കളുടെ ശ്രമഫലമായി വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന വനവിഭവങ്ങളായ കാട്ടുതേൻ, നെല്ലിക്ക, പുളിഞ്ചിക്ക, ഓട തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ നാട്ടിലെത്തിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി വിപണനം ചെയ്യാൻ ഈ സംഘടന മുൻകൈയെടുക്കുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ്സ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുന്നു. 2015 രൂപീകൃതമായ ഈ സംഘടന ഇപ്പോൾ വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭത്തിലേക്ക് വേണ്ടുന്ന തുണിത്തരങ്ങൾ AHR തന്നെ സൗജന്യമായി പഠിതാക്കൾക്ക് നൽകുന്നുണ്ട്. പരിമിതമായ വിദ്യാഭ്യാസം മാത്രമുള്ള തൊഴിൽ രഹിതരായ യുവതികൾക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റിൽ നിന്നുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ നിരവധിയാണ്. പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നിർധനരായ പഠിതാക്കൾക്ക് സംഘടന സൗജന്യമായി തയ്യൽ മെഷീനും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നുണ്ട്. AHRൻ്റെ വളണ്ടിയേഴ്സ് ഉന്നതികളിൽ പോയി താല്പര്യമുള്ള യുവതികളെ കണ്ടെത്താൻ അവരെ പഠിതാക്കളാക്കാനും സഹായിക്കുന്നു. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡേഴ്സായവർക്ക് വേണ്ടി കണ്ണൂരിൽ ചിപ്സ്, ഫുഡ് ഐറ്റംസ് എന്നിവ സ്വയം നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന ശൃംഖലയും AHRന് കീഴിലുണ്ട്. കൂടാതെ കരകൗശല വസ്തുക്കൾ സ്വയം നിർമ്മിച്ച് വിപണനം നൽകുന്ന മറ്റൊരു യൂണിറ്റ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ സാരീസ് പ്രിൻറ്റിംഗ്, ആഭരണങ്ങൾ, കരകൗശല ശില്പങ്ങൾ എന്നിവ നിർമ്മിച്ചെടുക്കുന്നു. പത്തനംതിട്ടയിൽ മേൽ വിവരിച്ച യൂണിറ്റുകളിൽ നിർമ്മിച്ചെടുക്കുന്ന ഫുഡ് ഐറ്റംസും കരകൗശല വസ്തുക്കളും വിപണനം ചെയ്യുന്നതിനായി മറ്റൊരു ഔട്ട്ലെറ്റ് യൂണിറ്റും പ്രവർത്തിക്കുന്നു. ഗോത്രവർഗക്കാരായ യുവാക്കൾ വനാന്തരങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവിധങ്ങളായ അസംസ്കൃത വസ്തുക്കൾ സംസ്കരിച്ച് മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റുന്ന മറ്റൊരു യൂണിറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിവിധങ്ങളായ സന്നദ്ധ സംഘടനകൾ സൗജന്യമായി നൽകുന്ന ധനസഹായത്താൽ ഇതിലേക്ക് വേണ്ടുന്ന മെഷീനറികൾ സ്ഥാപിച്ച് 7ഓളം പരിശീലനം ലഭിച്ച വ്യക്തികൾ ഇവിടെ വരുമാനം കണ്ടെത്തുന്നു. ഇത്തരത്തിൽ സഹായിച്ച സന്നദ്ധ സംഘടനകളിൽ റിഡംറ്റോറിസ് എന്ന ആചാര അനുഷ്ഠാന സംഘടനയുടെ സഹായം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണർവും ഉത്തേജനവും നൽകിയിട്ടുണ്ട്. വനവിഭവങ്ങൾ കൂടാതെ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കാപ്പി, കുരുമുളക്, മഞ്ഞൾ, ചുക്ക്, ഗോതമ്പ്, പച്ചരി, വ്യത്യസ്തങ്ങളായ മസാലകൾ എന്നിവയും ഇവിടെ പൗഡറാക്കി വിപണനം നടത്തുന്നു. ശുദ്ധീകരിച്ച് കൃത്രിമത്വമില്ലാതെ ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കുന്ന വസ്തുക്കൾക്ക് ആവശ്യക്കാർ ധാരാളമാണ്. ടൂറിസ്റ്റുകളും വിദേശികളും ഇവ വാങ്ങുന്നതിന് വേണ്ടി എത്താറുണ്ട്. വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രാദേശിക വ്യക്തികളും സംഘടനകളും ഇവിടുത്തെ ഉപഭോക്താക്കളാണ്. തേങ്ങ ഉണക്കി കൊപ്രയാക്കി ഈ യൂണിറ്റിൽ ആട്ടിയെടുത്ത് ശുദ്ധീകരിച്ച കലർപ്പില്ലാത്ത വെളിച്ചെണ്ണ ഈ യൂണിറ്റിലെ മുഖ്യ വിൽപ്പന വസ്തുവാണ്. അതോടൊപ്പം തന്നെ വീട്ടകങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കൊപ്രയും ഇവിടെ ആട്ടി വെളിച്ചെണ്ണ നൽകാറുണ്ട്. ഈ യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ എത്താറുള്ളത് കാട്ടുതേൻ, പുറ്റുതേൻ എന്നിവ വാങ്ങുന്നതിനാണ്. കൃത്രിമത്വമില്ലാതെ സംസ്കരിക്കുന്ന തേനിൽ ചെറുതേൻ, വൻതേൻ എന്നിവ കേരളത്തിനകത്തും പുറത്തും ധാരാളമായി വിറ്റഴിക്കപ്പെടുന്നു.